ഹലോ മൈഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അഹാഗ്ലോ എന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് കേട്ടോ. അഹാഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. അഹാഗ്ലോ എസ്, അഹാഗ്ലോ നോർമൽ ഫേസ് വാഷ്, റെജുനേറ്റ് ഫേസ് വാഷ്, അതുപോലെ തന്നെ അഹാഗ്ലോയുടെ മോയ്സ്ചറൈസിങ് ജെല്ല്, അഹാഗ്ലോ ജെന്റിൽ ക്ലൻസർ, അങ്ങനെ അഹാഗ്ലോയുടെ കുറേ പ്രോഡക്റ്റ് വിപണിയിലുണ്ട്. അപ്പോൾ ഒത്തിരി മൂവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അതിന്റെ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അഹാഗ്ലോയുടെ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ധാരാളം പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അഹാഗ്ലോ സ്കിൻ ജെന്റിൽ സ്കിൻ ക്ലൻസർ, അഹാഗ്ലോയുടെ നോർമൽ ഫേസ് വാഷ്, അതുപോലെ അഹാഗ്ലോ മോയ്സ്ചറൈസിങ് ജെല്ല്, പിന്നെ അഹാഗ്ലോ എസ് ഫേസ് വാഷ് ആണ്. ഇത് ഫോമിംഗ് ഫേസ് വാഷ് ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ആണ് എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും ഏത് സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെ എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹാഗ്ലോ ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ജെല്ല് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് വാഷ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഓയിലി ആയിട്ടുള്ളതും നോർമൽ സ്കിന്നിനും പിന്നെ ഈ മുഖക്കുരു, പിമ്പിൾസ്, ആക്നെ അങ്ങനെയുള്ളവർക്കുമാണ് കൂടുതലായിട്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് പിമ്പിൾസ് ധാരാളം ഉണ്ടെന്ന് വെച്ച് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല. പക്ഷെ പ്രിഫറൻസ് പറയുന്നത് ഈ ഒരു നോർമൽ സ്കിന്നും അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള സ്കിന്നും പിന്നെന്താ പറയാ ആക്നെ ആയിട്ടുള്ള. ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചവരിൽ നിന്നുള്ള റിസൾട്ട് പറയുവാണെങ്കിൽ പോസിറ്റീവ് തന്നെയാണ്. ആരും തന്നെ ഇതിന് ഒരു സൈഡ് ഇഫക്റ്റ് ഉള്ളതായിട്ട് റിപ്പോർട്ട് ആരും ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ ഫോമിംഗ് ഫേസ് വാഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിനകത്ത് സാലിസിലിക് ആസിഡ് വിത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡിന്റെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് സാധാരണ മുഖക്കുരു ഉള്ളവരാണ്, നല്ല രീതിയിൽ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് ഈ ഒരു ഫോമിംഗ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഡോക്ടർ, ഡെർമാറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ശരിക്കും സാലിസിലിക് ആസിഡിന്റെ ഫേസ് വാഷ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവരും അതൊന്നും നിൽക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ വളരെ കുറച്ച് പേർക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നും പറയുന്നത്, അവർക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ പറയത്തക്ക വലിയ ഫലം ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അത് വളരെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉള്ളതായിട്ടാണ്. ഇപ്പൊ സ്ഥിരമായി അഹാഗ്ലോയുടെ നോർമൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. ഇനി നെക്സ്റ്റ്, മറ്റുള്ള പ്രോഡക്റ്റുകളിൽ നിന്നാണ് അഹാഗ്ലോയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹാഗ്ലോയുടെ പ്രോഡക്റ്റുകൾ തന്നെ സെപ്പറേറ്റ് ഉണ്ടെന്നുള്ളത്. അതായത് നമ്മുടെ ആക്നെ കൺട്രോൾ മോയ്സ്ചറൈസിങ് ജെല്ലുണ്ട്, സ്കിൻ ക്ലൻസർ ഉണ്ട്, അതുപോലെ പിമ്പിൾസിനായിട്ട് ഫോമിംഗ് ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ തന്നെ റെജുനേറ്റ്സ് നോർമൽ ഫേസ് വാഷ് ഉണ്ട്. അപ്പൊ ഇത്ര പ്രോഡക്റ്റുകൾ ഉള്ളത് ഒരു ഗുഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മാത്രമല്ല ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽ ബെസ്റ്റ് കമ്പനി പ്രോഡക്റ്റ് ആണ്. പിന്നെ സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, അതുപോലെ pH ബാലൻസ്ഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. നെക്സ്റ്റ്, ഇത് യൂസ് ചെയ്യുന്ന വിധം. അപ്പൊ ഇതിന്റെ ഫേസ് വാഷ് എല്ലാം ഇതിന്റെ നല്ല എല്ലാ ഫേസ് വാഷ് ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ 20 സെക്കൻഡ്സ് കൂടുതൽ നമ്മൾ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് നിൽക്കാൻ പാടില്ല. വേഗം തന്നെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകി കളയണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാരണവശാലും ഐ ആയിട്ട് കോണ്ടാക്ട് പാടില്ല. പിന്നെ എന്താ പറയാ, എല്ലാ പ്രോഡക്റ്റിലും അതില് ഡയറക്ഷൻസ് ഓഫ് യൂസേജ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രോഡക്റ്റിലും അതുപോലെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. അതിൽ ഹൗ ടു യൂസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഹൗ ടു യൂസ് എന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ ഓരോ പ്രോഡക്റ്റുകളാണ്. അപ്പൊ എല്ലാ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഹൗ ടു യൂസ് എന്നുള്ളത് ഉണ്ടാവും. മാത്രമല്ല ബിലോ 3 years കുട്ടികൾക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫേസ് വാഷ് എന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫേസ് വാഷിലും അങ്ങനെ തന്നെയാണ്. അതിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റും വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം എന്നുള്ളത്. നെക്സ്റ്റ്, ഈ പ്രോഡക്റ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ പാക്കിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. കാര്യം ഇതൊരു സ്കിൻ ക്ലൻസർ ആണ്, ഇതിന്റെ പമ്പ് ടൈപ്പ് ആണ്. പക്ഷെ ഇതിന്റെ ആ ഒരു പാക്കിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ പാക്കിംഗ് നേരത്തെ ഒരു യെല്ലോ പാക്കിംഗ് ആയിരുന്നു. എനിക്കൊന്ന് കുറച്ചും കൂടി ബെസ്റ്റ് അതായിരുന്നു. പക്ഷെ ബ്ലൂ ഓക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതുപോലത്തെ ജെല്ല് വരുന്നത് ഒരു പാക്കറ്റ് രൂപത്തിലാണ്. ഇതും അതുപോലെ സീൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഒരു പെർഫെക്റ്റ് പാക്കിംഗ് ആണ് ഇവരുടെ. അത് എടുത്തു പറയാവുന്ന ഒരു ബെനിഫിറ്റ് തന്നെയാണ്. നെക്സ്റ്റ്, ഇതിന്റെ ബഡ്ജറ്റ് എന്താന്ന് പറഞ്ഞാൽ നോർമൽ ഫേസ് വാഷിന് ഏതാണ്ട് 300 rupees സംതിങ് ആണ് ഇതിന് വരുന്നത്. ചെറിയ ട്യൂബിന് അത്ര ഭയങ്കര കൂടുതലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ക്ലൻസറിന് വരുന്നത് 285 ആണ്. അത് വളരെ കുറവാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ടെന്നുള്ളതാണ്.
പിന്നെ എന്താ ഇതിന്റെ അഹാഗ്ലോ എസ് ഫേസ് വാഷ്, ഫോമിംഗ് ഫേസ് വാഷ് വരുന്നത് 570 ആണ്. അപ്പൊ ഇങ്ങനെ പലതിനും പല MRP ആണ് വരുന്നത്. പക്ഷെ ഭയങ്കര കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ള ഫേസ് വാഷ് വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അഹാഗ്ലോയ്ക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, ഞാൻ പേഴ്സണലി അഹാഗ്ലോ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് എന്റെ ഒരു ഓയിലി ഫേസ് അല്ല, പിന്നെ ആക്നെ ഫേസ് അല്ല, മുഖക്കുരു ഉള്ള ഒരു ഫേസും അല്ല, ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ ഈ അഹാഗ്ലോ ഫേസ് വാഷ് അതിന് പറ്റിയ ഒരു ഫേസ് വാഷ് അല്ലാത്തതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പേഴ്സണലായിട്ട് എനിക്കിത് ഭയങ്കര ഗുഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. റിവ്യൂ എടുത്തത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഗുഡ് ആണെന്നാണ് കേട്ടേക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അഹാഗ്ലോ എന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആരെങ്കിലും പറഞ്ഞു കേട്ട് ഓടി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യാതെയോ അതിനെക്കുറിച്ച് ശരിക്കും തിരക്കാതെയോ ഒന്നും നിങ്ങൾ ഒരിക്കലും സ്കിന്നിലേക്ക് എടുത്ത് യൂസ് ചെയ്യരുത്. നമ്മുടെ സ്കിന്നാണ്, നമ്മളാണ് സൂക്ഷിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വിപണിയിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ.